അങ്ങനെ മറുനാടൻ സ്കറിയ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് മുൻപത്തെ പോലൊക്കെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഒരു നാടകം ഇവിടെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. മായി സ്വദേശി നൽകിയിരിക്കുന്ന അപകീർത്തികരമായിരിക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് മറുനാടൻ സ്കറിയയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ വല്ലാത്ത രീതിയിൽ ഭീകരമായിരിക്കുന്ന ഒരു രീതിയിലാണ്. വസ്ത്രങ്ങൾ ഈ ഷർട്ടൊന്നും ഇടാൻ അനുവദിക്കാത്ത രീതിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഏതാണ് വകുപ്പ് എന്ന് ചോദിച്ചിട്ട് അത് പറയുന്നില്ല. അങ്ങനെ ആ രീതി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. IT 67 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് എന്നുള്ള രീതിയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ജാമ്യം കിട്ടിയെന്നുള്ളതാണ്. PC ജോർജും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. വലിയ രീതിയിൽ വർഗീയ വിദ്വേഷ പ്രചരണമൊക്കെ നടത്തി എന്ന തരത്തിലൊക്കെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുമെന്നൊക്കെയാണ് വിശ്വസിച്ചത്. പിന്നീട് അയാൾക്ക് സുഖമില്ലാന്നായി. ആശുപത്രിയിൽ വെച്ച് ചികിത്സ നടത്തി. ചികിത്സക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ 10-12 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മുൻകൂർ ജാമ്യം ഹർജി നൽകി ജാമ്യം കിട്ടുകയും ചെയ്തു. അങ്ങനെ അറസ്റ്റിനോടനുബന്ധിച്ച നാടകങ്ങളും പിന്നീട് ജാമ്യവും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസാനിക്കാറുള്ളത്. സാധാരണക്കാർക്ക് നേരെ എത്തുന്ന സമയത്ത് അതിൻ്റെ രീതിയൊക്കെ വലിയ മാറ്റം വരും. അത് കഠിനമായിരിക്കും. ജാമ്യമില്ലാത്ത കേസായിട്ട് അത് പരിഗണിക്കും. ജയിലടക്കപ്പെടും. രണ്ടാമത്തെ പ്രാവശ്യം ജാമ്യം വീണ്ടും തള്ളും. വീണ്ടും സർക്കാരിൻ്റെ ആൾക്കാരെ കോടതിയിൽ ഹാജരാകും. കഠിനമായിരിക്കുന്ന FIR ഇടും. ഈ രീതിയിലൊക്കെ പോകുന്നു. 2 ഇരട്ട നീതി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്.